Hello friends, Technique Malayalam മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Xiaomi 15 സീരീസിനെ കുറിച്ചാണ്. അപ്പോൾ Xiaomi 15 സീരീസ് ഇപ്പോൾ രണ്ട് ഡിവൈസസ് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടില്ല. എന്നാലും ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഡിവൈസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ Xiaomi 15 സീരീസിൽ Xiaomi 15ഉം Xiaomi 15 Pro ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ 15 Ultra ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അത് കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട് വരുള്ളൂ. പ്രോബബ്ലി ഡിസംബർ ജാനുവരിയോടുകൂടി വരാൻ ചാൻസ് ഉള്ളൂ. എന്നാൽ 15 സീരീസിൽ ആണ് പ്രോബബ്ലി 15 സീരീസ് ആണ് ലോകത്തിലെ ആദ്യത്തെ സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ഡിവൈസസ് Xiaomi 15ഉം Xiaomi 15 Pro. അപ്പോൾ ഈ രണ്ട് ഡിവൈസിൽ പ്രോബബ്ലി Xiaomi 15 ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷം Xiaomi 14 ഇറങ്ങിയത്. എന്നാൽ ചൈനയിൽ ഇറങ്ങിയ വേരിയന്റ് അല്ല എക്സാക്ട്ലി ഇന്ത്യയിൽ വന്നത്. കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഏറെക്കുറെ നല്ല ഹാർഡ്വെയറും നല്ല ഫീച്ചേഴ്സ് സെറ്റൊക്കെ ആയിട്ടാണ് Xiaomi 15 സീരീസ് ഇറങ്ങിയിരിക്കുന്നത്. രണ്ട് മോഡലാണ് 15ഉം 15 Proയും. ഏറെക്കുറെ സിമിലാരിറ്റി ഉണ്ടെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഒബ്വിയസ്ലി ഉണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ Xiaomi 15ഉം 15 Proയെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലെ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ സിമിലർ ആണ്. എന്നാൽ കുറച്ച് മാറ്റങ്ങൾ ഒബ്വിയസ്ലി ഉണ്ട്. കുറച്ചുകൂടി റിഫൈൻ ഡിസൈനാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ ക്വാഡ് കർവ് ഡിസ്പ്ലേ ഉണ്ട്. അതായത് ഡിസ്പ്ലേൻ്റെ 4 ഭാഗവും സ്ലൈറ്റ് കർവേച്ചർ ഉണ്ട്. അപ്പോൾ കർവ് ഡിസ്പ്ലേ ആണോ വെച്ചാൽ കർവ് ഡിസ്പ്ലേ, എന്നാൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണോ ഫ്ലാറ്റ് ഡിസ്പ്ലേ എന്നും പറയാം. അതേപോലെയാണ് അതിന്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു Xiaomi ഡിവൈസ് യൂസ് ചെയ്തവർക്കാണെങ്കിൽ അത് അറിയാൻ പറ്റും. ക്വാഡ് കർവ് ഡിസ്പ്ലേ, 4 സൈഡും 4 കോർണേഴ്സും ചെറിയ രീതിയിൽ കർവേച്ചർ ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് തന്നെയാണ് ഇത്തവണയും കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാമറ യൂണിറ്റ് കുറച്ചും കൂടെ റിഫൈൻഡ് ആണ്. ഷാർപ്പർ എഡ്ജസ് എല്ലാം കളഞ്ഞിട്ട് കുറച്ചും കൂടെ റിഫൈൻഡ് ആണ്. ബാക്ക് പാനലിൽ ഒരു പാറ്റേണും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി ഡിഫറൻസസ് ഉണ്ട്. കുറച്ചുകൂടി റിഫൈൻഡ് ഡിസൈനാന്ന് പറയാം. അപ്പം Xiaomi 14 തന്നെ വളരെ കോമ്പാക്ട് ഡിവൈസ് ആയിരുന്നു. ഇത്തവണയും ആ ഒരു കോമ്പാക്ട്നെസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇതിൽ പ്രോ മോഡലിന് കുറച്ചുകൂടി ലാർജർ ഡിസ്പ്ലേ വരുന്നത്. പ്രോ മോഡലിന് 6.73 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. എന്നാൽ റെഗുലർ വേരിയന്റ് അതായത് Xiaomi 15 6.36 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്. ഇതിനകത്ത് 1.5K ഡിസ്പ്ലേ ആണ് Xiaomi 15 വരുന്നത്. എന്നാൽ 15 Proന് 2K ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ടും തന്നെ മൈക്രോ കേർവ്ഡ് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസസ് കാര്യമായി ഒന്നും വരുന്നില്ല. രണ്ടിനും തന്നെ 3200 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. എന്നാൽ പിക്സൽസ് പെർ ഇഞ്ച് ഒബ്വിയസ്ലി വ്യത്യാസം ഉണ്ടാവും. 1.5K ഡിസ്പ്ലേ വേഴ്സസ് 2K ഡിസ്പ്ലേ പിക്സൽസ് ഒബ്വിയസ്ലി ഡിഫറൻസ് ഉണ്ടാവും. രണ്ടിനും തന്നെ 120 Hz പാനലാണ്. പിന്നെ ലൂമിനസ് M9 മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താ വെച്ചാൽ 10% ബാറ്ററി കൺസപ്ഷൻ റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും എന്നാണ് ഈ പാനലിൻ്റെ പ്രത്യേകത. അപ്പോൾ അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് ഫോണും പവർ ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് ആണ്. അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. LPDDR5X റാമും UFS 4.0 സപ്പോർട്ടാണ് വരുന്നത്. അപ്പോൾ അതിലൊക്കെ തന്നെ എക്സാക്ട്ലി സെയിം മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ 16 GB ഓഫ് റാം വരെയുണ്ട്. ആൻഡ് അപ് ടു 1 TB ഓഫ് സ്റ്റോറേജും വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റ് 12 GB റാമാണ് വരുന്നത്. 16 GBക്ക് പോവാം. ബേസ് വേരിയൻറ്റ് 12 + 256 ആണ് വരുന്നത്. അഗെയിൻ 12 + 512 ഉണ്ട്. അതേപോലെ 1 TB വരെ പോകുന്ന വേരിയൻസും ഇൻക്ലൂഡഡ് ആണ്. ഇനി ക്യാമറ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാവുന്ന ക്യാമറയാണല്ലോ. Leica കോ എഞ്ചിനീയർഡ് ക്യാമറ തന്നെയാണ് ഇത്തവണയും വന്നിരിക്കുന്നത്. എന്നാൽ ക്യാമറയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. Xiaomi 15 ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 50 MP ലൈറ്റ് 100-900 സീരീസ് പ്രൈമറി ക്യാമറയാണ്. 50 MP അൾട്രാ വൈഡും 50 MP ടെലിഫോട്ടോ ലെൻസുമാണ്. ഈ ടെലിഫോട്ടോ ലെൻസിൽ 3.2x സൂമാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അത് ഏകദേശം Xiaomi 14 പോലെ തന്നെയാണ്. പിന്നെ 32 MP ഒമ്നി വിഷൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് Xiaomi 15. ഏറെക്കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ 50 MP 3.2x സൂമാണ് വരുന്നത്. ഇനി പ്രോ ക്യാമറസ് ആണെങ്കിൽ, പ്രോയിലെ ക്യാമറ ആണെങ്കിൽ 50 MP ലൈറ്റ് 100 പ്രൈമറി 900 പ്രൈമറി സെൻസറാണ്. പിന്നെ സാംസങ്ങിൻ്റെ JN1 അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിനൊപ്പം തന്നെ സോണി IMX 858 ടെലിഫോട്ടോ ലെൻസാണ്. പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസാണ്. 5x സൂമുള്ള ടെലിഫോട്ടോ ലെൻസാണ് ഇത്തവണ കൊടുത്തിരിക്കുന്നത് പ്രോ വേരിയൻറ്റിൽ. അതേപോലെ തന്നെ 32 MP ക്യാമറയിൽ വലിയ മാറ്റമൊന്നുമില്ല. അത് സെയിം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ രണ്ടിലും തന്നെ 32 MP ക്യാമറ സെയിം ആണ്. അതിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി ബാറ്ററിയുടെ കാര്യം വരുമ്പോൾ അവിടെ നമുക്ക് ചേഞ്ച് ഉണ്ട്. ഒന്നിൽ 5400 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. എന്നാൽ കഴിഞ്ഞ Xiaomi 14 സീരീസിൽ 4600 ചില്ലാനെന്തോ വരുന്ന ബാറ്ററി എന്ന് എൻ്റെ ഓർമ്മ. എന്നാൽ ഇത്തവണ 5400 mAh ബാറ്ററിയുടെ 90 watts ചാർജിങ് ആണ് Xiaomi 15 വരുന്നത്. എന്നാൽ 15 Proയിൽ നമുക്ക് 6100 mAh ബാറ്ററിയുടെ അതിൽ 90 watts ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ബാറ്ററി ഇംപ്രൂവ്മെൻറ്റ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്. 14 സീരീസിൽ 15 സീരീസിലേക്ക് വരുമ്പോൾ ബാറ്ററി ഇംപ്രൂവ്മെൻറ്റ്സ് വളരെയധികം ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊപ്പം തന്നെ സ്നാപ്ഡ്രാഗൺ 8 എലീറ്റിൻ്റെ പെർഫോമൻസ് കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ അറിയാൻ പറ്റും എത്രത്തോളം നല്ല ബാറ്ററി ലൈഫാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്.
ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പോൾ രണ്ടും തന്നെ HyperOS 2.0 Android 15 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. അഗെയിൻ ഇതിൻ്റെ അപ്ഡേറ്റ് സൈക്കിളിനെ കുറിച്ച് കാര്യമായി നമുക്കറിയില്ല. ഈ കാര്യം ഗ്ലോബൽ വേരിയൻറ്റ് വന്നാലേ ഇതിൻ്റെ അപ്ഡേറ്റ് സൈക്കിൾ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിപ്പോൾ ചൈനയിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ വരുമ്പോൾ പ്രോബ്ലി 4 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് വരാൻ ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. അഗെയിൻ അറിയില്ല. പിന്നെ IP68 റേറ്റിംഗ് ഉണ്ട് രണ്ടിലും തന്നെ. Xiaomi 15ലും 15 Proയിലും IP68 റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇതാണ് 15ഉം 15 Pro സീരീസിൻ്റെ ഒരു ബേസിക് ഐഡിയ. നമുക്ക് ഏറെക്കുറെ സ്പെക്സ് ഒക്കെ വെരി സിമിലർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഏത് വേരിയൻ്റ് വരാൻ ചാൻസ് ഉള്ളത് നമുക്കറിയില്ല. പ്രോബ്ലി പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി 15 ആയിരിക്കും വരാൻ ചാൻസ്. 3.2x സൂമുള്ള 15 ആയിരിക്കും വരാൻ ചാൻസ്. 15 Pro ആണെങ്കിൽ ബാറ്ററിയും ഹയർ ആണ്. എന്നാൽ 15ലും ബാറ്ററി ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച്. ഗ്ലോബൽ വേരിയന്റ് ഏതാ വരെ നമുക്കറിയില്ല. ഇത് ചൈനീസ് വേരിയന്റ്. ഇനി ചൈനീസ് പ്രൈസിങ് നോക്കുകയാണെങ്കിൽ Xiaomi 15 സ്റ്റാർട്ട് ചെയ്യുന്ന അപ്രോക്സിമേറ്റ്ലി ഇന്ത്യൻ റുപ്പിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 53,000 രൂപയാണ് വരുന്നത്. എഗെയിൻ ഇത് ചൈനീസ് പ്രൈസിംഗ് ആണ്. ഇതിനകത്ത് നമുക്ക് നേരിട്ട് നമ്മളിവിടെ 53,000 വരുന്ന ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇമ്പോർട്ട് ഡ്യൂട്ടീസും ഒരുപാടുണ്ട്, GSTയും എല്ലാം തന്നെ വരുമ്പോൾ ഒരു 70,000 റുപ്പീസിന് അടുത്ത് വരാനാണ് ചാൻസ്. 75,000 റുപ്പീസിന് അടുത്താണ് വരാൻ ചാൻസ് എനിക്ക് തോന്നുന്നു. അഗെയിൻ 15 Proൻ്റെ ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്ട് 63,000 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അഗെയിൻ അത് ഇവിടെ 80,000 അടുത്ത് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് കോസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ആ ഡ്യൂട്ടീസ് എല്ലാം കൂടെ കൂടുമ്പോൾ അറൗണ്ട് 80,000 റുപ്പീസിനാണ് വരാൻ ചാൻസ് ഉള്ളത്. എന്നാൽ ഏത് വേരിയൻറ്റ് വരും എന്ന് എനിക്കറിയില്ല. ഇതാണ് പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരെണ്ണത്തിന് 53,000, മറ്റേതിന് 63,000 ആണ് അപ്രോക്സിമേറ്റ് പ്രൈസിങ് ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ. ഇത് ചൈനീസ് പ്രൈസിംഗ് ആണ് കേട്ടോ, ഇന്ത്യൻ പ്രൈസിംഗ് അല്ല ഒരിക്കലും. ഇത് വെറുതെ കൺവേർട്ട് ചെയ്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ വില കൂടി എന്ന് പറയരുത്. ഇത് ചൈനീസ് പ്രൈസിംഗ് ആണ്. അതിനകത്ത് ഒരുപാട് അഡീഷൻസ് വരും. അപ്പോൾ ഇതാണ് അപ്രോക്സിമേറ്റ് പ്രൈസിംഗ്. ചൈനയിൽ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 53,000ഉം 63,000ഉം ആണ് 15ഉം 15 Proൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത് എഗെയിൻ ഒരു വേരിയന്റ് എന്താണെങ്കിലും ഇന്ത്യക്ക് വരും. 15 ആണോ 15 Pro ആണോ നമുക്ക് ഇപ്പോൾ അറിയില്ല. അതേപോലെ തന്നെ 15 Ultra ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അത് പ്രോബ്ലി ഒരു 2 മാസത്തിനുള്ളിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ Xiaomi 15 Ultra പ്രോബ്ലി ഡിസംബർ 2024 ലോഞ്ച് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. എഗെയിൻ ചൈനയിലായിരിക്കും. അതും MWC 2025 അടുത്തായിട്ടായിരിക്കും ഇന്ത്യയിൽ വരാൻ പോകുന്നത്. അതായത് Jan-Feb വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു റൂമർ ബേസ്ഡ് ആട്ടോ, കംപ്ലീറ്റ് ആയ ഒരു ഇൻഫർമേഷൻ അല്ല. എന്നാൽ 15ഉം 15 Proൻ്റെയും സ്പെക്സും ഡീറ്റെയിൽസും ഒഫീഷ്യൽ ചൈനയിൽ ലോഞ്ച് ചെയ്താണ്. ഏറെക്കുറെ സെയിം ആയിരിക്കും ഗ്ലോബലിൽ വരുമ്പോഴെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇതായിരുന്നു Xiaomi 15 15 Proൻ്റെ ഡീറ്റെയിൽസ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. ഏതായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് ഇന്ത്യയിലേക്ക് വരാൻ ചാൻസ് ഉള്ള 15 ആണോ 15 Pro ആണോ, ഏതാ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും കൂടി കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.